റോന്ത് ഓന്തല്ല കേട്ടോ, റോന്ത്. വെൽക്കം ടു മൈ ചാനൽ. ഷാഹിദ് കപൂർ രജനി സംവിധാനം നിർവഹിച്ച് ജംഗ്ലി പിക്ചേഴ്സിന്റെയും ഫെസ്റ്റിവൽ സിനിമാസിന്റെയും ബാനറിൽ 2025 ജൂൺ 13 റിലീസായ ഒരു മലയാള ചിത്രമാണ് റോന്ത്. റോഷൻ മാത്യുവും ദിലീഷ് പോത്തനുമാണ് മെയിൻ ക്യാരക്ടേഴ്സ് ലീഡ് ചെയ്യുന്നത്. ഷാഹിദ് കപൂറിന്റെ എല്ലാ ചിത്രങ്ങളും അദ്ദേഹം ഡയറക്ട് ചെയ്തിട്ടുള്ള ചിത്രവും എഴുതിയിട്ടുള്ള തിരക്കഥ എഴുതിയിട്ടുള്ള ചിത്രവും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ എല്ലാം പോലീസുമായിട്ടോ അല്ലെങ്കിൽ പോലീസുകാരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സിനിമകളും തിരക്കഥകളുമാണ് അദ്ദേഹം നിർവഹിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഇവിടെയും. ഒരു പോലീസുകാരന്റെ അല്ലെങ്കിൽ പോലീസുകാരുടെ ഔദ്യോഗിക ജീവിതത്തിൽ ഒരു നൈറ്റ് പെട്രോളിംഗ്, ആ നൈറ്റ് പെട്രോളിങ്ങിന്റെ ഇടയിൽ ഉണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങളും അവർ ഫേസ് ചെയ്യുന്ന കുറച്ച് സിറ്റുവേഷൻസും അതിനെ അവരെങ്ങനെ ഓവർകം ചെയ്യുന്നു, ഏതൊക്കെ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് അവർ ഫേസ് ചെയ്യുന്നത്, അതൊക്കെയാണ് ഈ ചിത്രം പറഞ്ഞു പോകുന്നത്. അവസാനം ഏതൊക്കെ തരത്തിലുള്ള ട്രാപ്പുകളിലൂടെ പോലീസുകാരൻ പെട്ടുപോകാറുണ്ട് എന്നും ഈ ചിത്രം പറഞ്ഞു പോകുന്നുണ്ട്. സത്യസന്ധമായി ജോലി ചെയ്യുമ്പോൾ താൻ നേരിടേണ്ടി വരുന്ന കുറച്ച് പ്രശ്നങ്ങൾ, അതും ഈ സിനിമ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പോലീസുകാരും ഒരു മനുഷ്യരാണ്, അവർക്കും വ്യക്തി ജീവിതങ്ങളുണ്ട്. അത് ത്യജിച്ചിട്ടാണ് അവരും നമ്മൾക്ക് വേണ്ടിയിട്ട് സേവനം, ഇറ്റ്സ് എ പബ്ലിക് സർവൻസ്, റൈറ്റ്? ദേ ആർ ഓൾസോ പബ്ലിക് സർവൻസ്. അവരെ സെർവ് ചെയ്യണം നമുക്ക് വേണ്ടിയിട്ട്. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ അവർ ഫേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്രൂഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷൻ, ചില സീനുകളിലൊക്കെ നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. റോഷന്റെ ചില ക്ലോസ്ഡ് ആയിട്ടുള്ള സീനുകളൊക്കെ സത്യം പറഞ്ഞാൽ ഇപ്പോഴും വൈബ്രന്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പെർഫോമൻസ് വൈസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നേ വരെ കാണാത്ത പെർഫോമൻസ് ആണ് രണ്ടുപേരുടെ ഭാഗത്തു നിന്നും നമുക്ക് കിട്ടിയിട്ടുള്ളത്. ദിലീഷ് പോത്തന്റെ ആണെന്നുണ്ടെങ്കിലും റോഷൻ മാത്യുവിന്റെ ആണെന്നുണ്ടെങ്കിലും രണ്ടുപേരുടെ പെർഫോമൻസ് പറയാതിരിക്കാൻ വയ്യ, അസാധ്യം. ഹാറ്റ്സ് ഓഫ് ടു യു, ബോത്ത് ഓഫ് യു. അതുപോലെ മികച്ച പ്രകടനമാണ് രണ്ടുപേരും കാഴ്ചവെച്ചിട്ടുള്ളത്. ഷാഹിദ് കപൂറിനെ കുറിച്ച് കൂടുതൽ ഞാൻ പറയേണ്ട കാര്യമില്ല. അദ്ദേഹം ഒരു പോലീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ചിത്രങ്ങളാണ് കൂടുതലും എടുക്കാറുള്ളത്. നമ്മളിപ്പം അദ്ദേഹം ഡയറക്ട് ചെയ്തിട്ടുള്ള പടം ഇലവീഴ പൂഞ്ചിറ എടുത്തു കഴിഞ്ഞാലും, അദ്ദേഹം ഇപ്പോൾ ലാസ്റ്റ് സ്ക്രീൻ റൈറ്റിംഗ് അല്ലെങ്കിൽ റൈറ്റർ ചെയ്തിട്ടുള്ള ഓഫീസർ ഓൺ ഡ്യൂട്ടി, ആ സിനിമ എടുത്തു കഴിഞ്ഞാൽ തന്നെ എല്ലാ സിനിമയും, അദ്ദേഹം എഴുതിയ സിനിമകളും അദ്ദേഹം ഡയറക്ട് ചെയ്ത പടങ്ങളും എല്ലാം എടുത്തു കഴിഞ്ഞാലും എല്ലാം പോലീസ് ഓറിയന്റഡ് ആയിട്ടുള്ള പടങ്ങളാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. ഇതും അതുപോണക്കത്ത് തന്നെ വളരെ എന്റർടൈനിങ് ആയിട്ടുള്ള, അതുപോലെ തന്നെ നമുക്ക് കുറച്ച് നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള 2025 പുറത്തിറങ്ങിയിട്ടുള്ള, ഏറ്റവും റീസെന്റ് പുറത്തിറങ്ങിയിട്ടുള്ള ഏറ്റവും ഒരു മികച്ച ചിത്രം തന്നെയാണ് റോന്ത്. സംശയമില്ലാതെ തന്നെ പറയാം. ധൈര്യമായിട്ട് പോയി കണ്ടോളൂ, നിങ്ങൾക്കൊരു മടുപ്പുണ്ടാവില്ല. ഫ്രം ദ ബിഗിനിങ് ടു എൻഡ് നമ്മൾ ഇരുന്ന് പോകും. അതൊരു വൺ ടൈം വാച്ചബിൾ മൂവി തന്നെയാണ്. അതിന്റെ സിനിമാറ്റോഗ്രഫി ആണെന്നുണ്ടെങ്കിലും എല്ലാം തന്നെ വളരെ മികച്ച രീതിയിൽ തന്നെ, ക്യാമറയാണെന്നുണ്ടെങ്കിലും എല്ലാം വളരെ മികച്ച രീതിയിൽ തന്നെയാണ് എൻറ്റയർ ക്രൂ കൈകാര്യം ചെയ്തേക്കുന്നത്. ആൻഡ് വേറെ ഒന്നും കൂടുതലായിട്ട് ഇനി സിനിമയെ കുറിച്ച് പറയാനില്ല. എല്ലാവരും ഈ സിനിമ കണ്ടിട്ടില്ലാത്ത എല്ലാവരും ഉടനെ തന്നെ പോയി കാണുക. ഓക്കെ, OTT പ്ലാറ്റ്ഫോംസിൽ അവൈലബിൾ ആണ്. ഉടനെ തന്നെ സിനിമ ഒന്ന് പോയി കാണുക. ഓക്കെ.